ശുദ്ധ അസമെന്നും പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയും. നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ? ഇതാണ് ദൃശ്യം. അല്ല, ഉദ്ഘാടനത്തിന് അപ്പോൾ ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾ എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനെല്ലാം സംശയം. ഇത് പുറത്തുള്ള ജനം നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയായി ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കണ്ടോ? വെറുതെ കള്ള. ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് CPM-ൽ അടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണെങ്കിലോ അയ്യപ്പ സംഗമം വലിയ ചരിത്രമാകുമെന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ മുടക്കിക്കൊണ്ട് നടത്തിയ പരിപാടി, മാധ്യമങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി വേണ്ട വിധം പ്രമോഷനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ പരിപാടി, ഇന്നലെ 4500 ഡെലിഗേറ്റുകൾ രജിസ്റ്റർ ചെയ്തെടുത്ത് വന്ന ഡെലിഗേറ്റുകൾ, പ്രതിനിധികൾ എന്ന് പറയുന്നത് വെറും 600 മാത്രം. മുഖ്യമന്ത്രി ഉദ്ഘാടന സെഷൻ നടത്തുമ്പോൾ സദസ്സ് തിങ്ങി നിറഞ്ഞു എന്നാണ്. നിങ്ങൾ ഇന്നലെ ആ വിഷ്വലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഈ വേദിയുടെ ഒരു 30% സീറ്റുകൾ ഇട്ടതിന്റെ തൊട്ടു പിന്നാലെയായിട്ട് 2 ഭാഗത്തും ഇങ്ങനെ ഒരു മതില് കെട്ടിയതുപോലെ, അല്ലെങ്കിലും കുറെ മതിലുകൾ കെട്ടിയ ആളുകളാണല്ലോ CPM-ഉം പിണറായി വിജയനൊക്കെ. അപ്പൊ അത്തരത്തിൽ മതില് കെട്ടിയതുപോലെ മാധ്യമങ്ങളും അവരുടെ ക്യാമറകളും അവരുടെ ട്രൈപോഡും വെച്ചിട്ട് അവിടെ അങ്ങ് മറച്ചു. അതായത് അതിന് പിന്നോട്ട് ആളുകളെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞോ? ഉദ്ഘാടന സെഷൻ കഴിഞ്ഞപ്പോ ഈ മതിലിന് മുന്നിലുണ്ടായ ആളുകളും പോയി. പിന്നിൽ ആളുകളെ ഉണ്ടായിട്ടില്ല, മുന്നിലുള്ള ആളുകളും പോയി. ഇതൊക്കെ എന്നിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം വാർത്താ മാധ്യമങ്ങളിലൂടെ കൂടെ ലൈവായിട്ട്, ഇന്നലെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ചാനലിലല്ല, ഇന്നലെ കേരളത്തിൽ എത്ര മാധ്യമ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാ ചാനലുകളിലും ഇന്നലെ ഇത് ലൈവായിട്ട് എല്ലാവരും കണ്ടതാണ്. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം മൂഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സഖാക്കളും പിണറായി വിജയനും അങ്ങ് മൂഞ്ചി കുത്തുവാള എടുത്തു. ഇപ്പോ പല ന്യായീകരണങ്ങളും പല ക്യാപ്സ്യൂളുകളും വരുന്നുണ്ട്. ക്യാപ്സ്യൂളുകൾ പിന്നെ ആദ്യം ഇറക്കുക അവരുടെ മരമണ്ടനായ പാർട്ടി സെക്രട്ടറി ആണല്ലോ. ഇന്നലെ ഈ കേരളത്തിലെ പൊതുസമൂഹം ലൈവായിട്ട് കണ്ട കാര്യം, ഈ പറയുന്ന മരമണ്ടനായിട്ടുള്ള പാർട്ടി സെക്രട്ടറി വിളിച്ചു പറയാതെ AI നിർമ്മിതമാണെന്ന്. വാ 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 അരേ വാ. എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ VD സതീശനോടും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ പറയുന്നത്, നിങ്ങളും ഇതുപോലെ ആവണമെന്നുള്ള, കണ്ടു പഠിക്കണം, മാതൃകയാക്കണം. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മലവെള്ളപ്പാച്ചിൽ പോലെ തോൽവി CPM-നെതിരെ പാഞ്ഞു വന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് അത് AI നിർമ്മിതമാണ് അംഗീകരിക്കരുത്, പ്രതിരോധിക്കണം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ക്യാപ്സ്യൂളുകൾ. മരമണ്ടനായ പാർട്ടി സെക്രട്ടറിയുടെ ക്യാപ്സ്യൂൾ ഇപ്പോ AI നിർമ്മിതമാണെന്ന. അയ്യപ്പൻ എന്തായാലും നല്ല 8ന്റെ പണിയാണ് പിണറായി വിജയന് കൊടുത്തത്. ഞാനിപ്പോ കുറച്ചു നേരത്തെ മറ്റൊരു വാർത്ത കേട്ടതേ ഉള്ളൂ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ട്. ആ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു MP സംസാരിക്കുന്നതാണ്. ആ MP പറയുന്നത്, പയ്യന്നൂരിലെ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യരുണ്ട്. നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കണ്ടതായിരിക്കും. ഈ മാധവ പൊതുവാളിനെ ഈ പറയുന്ന MV ഗോവിന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി പോയി സന്ദർശിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നതും ചർച്ചയായതും ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോ ഈ മാധവ പൊതുവാള് നിർദ്ദേശിച്ചതാണെന്നാ പറഞ്ഞത്. അതായത് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണത്തോടു കൂടി നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ അവിടെ യുവതികളെ കൊണ്ടു ചെന്നെത്തിച്ചതും ഈ പിണറായി വിജയന്റെ പോലീസാണ്. അങ്ങനെ ആ ശബരിമലയെ കളങ്കപ്പെടുത്തിയ വ്യക്തി, അതിന് തൊട്ടു പിന്നാലെ വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ഭൂലോക തോൽവിയാവുകയും കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്ത പിണറായി വിജയൻ അവസാനം പാർട്ടി സെക്രട്ടറിയെ തന്നെ ജ്യോത്സ്യരെ കാണാൻ പറഞ്ഞു വിട്ടു. എന്താണ് പ്രതിവിധി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മാധവ പൊതുവാൾ പറഞ്ഞു കൊടുത്ത കാര്യമാണ്
ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയാൽ അയ്യപ്പന്റെ കോപം മാറിക്കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യപ്പന്റെ കോപം മാറുകയല്ല ചെയ്തിട്ടുള്ളത്. അയ്യപ്പന്റെ കോപം അത് ഇരട്ടിയായി പ്രഹരശേഷിയുള്ള വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രഹരശേഷിയുള്ള ഈ പിണറായി വിജയനെയും സഖാക്കളെയും ഭസ്മമാക്കാനുള്ള പ്രഹരശേഷിയുള്ള വലിയ കോപമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാട്ടിക്കൂട്ടലുകൾ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കാട്ടിക്കൂട്ടലുകൾ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ അയ്യപ്പന്റെ കാര്യത്തിൽ പ്രത്യേകം പറയണ്ടല്ലോ, അയ്യപ്പൻ അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ 4500 പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്തിട്ട് വന്നതാവട്ടെ വെറും 600 പേർ. എല്ലാ സെഷനുകളും ഉദ്ഘാടന സെഷനുകളിൽ ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള വിവിധ ദേവസ്വം ബോർഡുകളുടെ പ്രതിനിധികൾ 500 പേർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ നടത്തിപ്പ് ബന്ധപ്പെട്ട് അവരെ ക്ഷണിച്ചതാണ്. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ അവരെ നേരിട്ട് ക്ഷണിച്ചതാണ്. അങ്ങനെ എത്തിയ ആളുകൾ ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ പാടും ഇറങ്ങിപ്പോയി. പിന്നെ വന്നിരിക്കുന്ന ഈ 600 പേര് അവരും ഉദ്ഘാടന സെഷൻ കഴിഞ്ഞപ്പോൾ അവരവരെ പാട്ടിന് പോയി. അങ്ങനെ വന്നു. ഇത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ഈ രാഷ്ട്രീയ നാടകം കളിച്ച പിണറായി വിജയനും സഖാക്കൾക്കും അയ്യപ്പന്റെ കോപം അത് വല്ലാതെ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇന്നിപ്പോ ഇതിന് ന്യായീകരണങ്ങൾ പലത് വരുന്നുണ്ട്. പലരും CPM-ന്റെ നേതാക്കളായിട്ടുള്ള പലരും ഉദ്ഘാടന സെഷനിൽ പിണറായി വിജയൻ സംസാരിക്കുന്നതും വേദി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ആ മതിൽ കെട്ടിയ ഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. മതിലെന്ന് പറഞ്ഞാൽ ക്യാമറയും ട്രൈപോഡും ക്യാമറാമാൻമാരെ കൊണ്ട് ഈ വേദിയുടെ ഒരു 30% സീറ്റുകൾക്ക് തൊട്ടു പിന്നിലായിട്ട് മതിൽ കെട്ടി ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 70% സീറ്റ് പിന്നിൽ കാണാത്ത രീതിയിൽ ഈ മതിൽ അങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ പറയുന്നത് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് AI നിർമ്മിത വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ആണ് എന്നാണ്. എന്താണെങ്കിലും സതീശനും സണ്ണി ജോസഫും ഒക്കെ കണ്ടു പഠിക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെതിരെയും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയും എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കാര്യത്തിൽ ആ ആരോപണം വന്നപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളും ഈ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ വന്നപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പ്രതിരോധിക്കണമായിരുന്നു. അതിനപ്പുറം അയാളെ വേട്ടയാടാൻ മാറ്റി നിർത്തി ഒറ്റക്കാക്കി അയാളെ വേട്ടയാടാൻ അനുവദിക്കരുതായിരുന്നു നിങ്ങൾ കോൺഗ്രസ് നേതൃത്വം. ഇതൊക്കെയാണ് മാതൃകയാക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞത്. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയാറില്ല നമ്മുടെ നാടൻ ഭാഷയിൽ. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയാം. അതുപോലെയാ ഇപ്പോ ഇതൊക്കെ കണ്ട പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു മാനക്കേടോ നാണക്കേടോ ജാള്യതയോ ഇല്ലാതെ വന്നിട്ട് MV ഗോവിന്ദൻ എന്ന മരമണ്ടൻ ഇങ്ങനെ വിളിച്ചു പറയുകയാ ഇത് AI നിർമ്മിതമാണ്. എന്താണല്ലേ ഇതൊക്കെ പേറേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ വിധിക്കപ്പെട്ടത് നമ്മൾ മലയാളികൾക്കാണെന്ന് കരുതുമ്പോൾ വല്ലാത്തൊരു മനോവിഷമമുണ്ട്. നമുക്ക് ഭയങ്കര അഹങ്കാരമാണല്ലോ. നമ്മൾ ഭയങ്കര സാംസ്കാരികമായിട്ട്, സാമ്പത്തികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കാലങ്ങളായിട്ട് ഈ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് നമ്മളെ തന്നെ ഇവർ പൊട്ടന്മാരാക്കുക, ജനങ്ങളെ ഇവർ വിഡ്ഢികളാക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് സതീശനോടൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്. സതീശനൊക്കെ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങളൊക്കെ ഇത് കണ്ട് പഠിക്കണം. ഗോവിന്ദനെയും സഖാക്കളെയും കണ്ട് പഠിക്കണം. ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ അവരത്ര കഴിവുള്ള ഇത്രയധികം പ്രതിഭാശാലികളായ ആളുകൾ മറ്റാരാണുള്ളത്? ഇത് എല്ലാവർക്കും മാതൃകയാക്കാനുള്ളതാണ്, മാതൃകയാക്കപ്പെടേണ്ടതുമാണ്. എന്തൊക്കെ വന്നാലും ക്യാപ്സ്യൂളുകൾ കൊണ്ട് പ്രതിരോധിക്കുന്ന ഈ പ്രവർത്തന രീതി, ഈ കഴിവ്, ഇത്രയും പ്രതിഭാധനരായ നേതാക്കളുടെ ഒരു സംഗമം, അതൊക്കെയാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്നത്. എന്താണെങ്കിലും അടികൾ, തിരിച്ചടികൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി CPM-നെ വേട്ടയാടുകയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വകയായിരുന്നു അടി. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവർക്ക് എപ്പോഴും ഒരു തിരിച്ചടി തന്നെയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോലാഹലങ്ങൾ അത്രയും ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്.
അയാൾ MLA സ്ഥാനം രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ നിയമസഭയിലും വന്നു, ഇപ്പൊ പാലക്കാടേക്കും എത്താൻ പോവുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നല്ല തിരിച്ചടിയാണ്. പ്രതിരോധത്തിലായിരിക്കുന്നത് CPM ആണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയാൽ CPM തടയലിനോ പ്രതിഷേധിക്കുവാനോ അയാൾക്കെതിരെ ക്യാമ്പയിനിങ് നടത്തുവാനോ CPM ഉണ്ടാവില്ല എന്ന് പറയാനുള്ള കാരണം ഏറ്റവും അധികം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ പറയുന്ന CPM ആണ്. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്നുള്ള ഒരു കോലാഹലം, ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമം, അതും എല്ലാ വിധത്തിലും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക്, സ്വപ്നം കണ്ടതിന് അപ്പുറത്തേക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായി മാറി എന്നുള്ളതാണ്. കാരണം അതല്ലെങ്കിലും അങ്ങനെയല്ലേ ആവുകയുള്ളൂ. അടിയല്ല, ഇരുട്ടടി കിട്ടൂലേ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇവർക്ക്. ഇനിയിപ്പോ ഇവർ അടുത്തൊരു പരിപാടി, ഇനി നിങ്ങൾ ഇന്നലെ ഒരു 3 പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതില് അവിടെ ഈ ശബരിമലയെ ഒരു ടൂറിസം പ്ലേസ് ആക്കി മാറ്റുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് സർക്കാർ പോകുന്നത്. ഈ ടൂറിസം പ്ലേസ് ആക്കി ഒരു ആരാധനാലയത്തെ, ഒരു ആരാധനാ കർമ്മം നടത്തുന്ന ഒരു സ്ഥലത്തെ ഒരു ടൂറിസം പ്ലേസ് ആക്കിയാൽ ഉണ്ടാവുന്ന തിരിച്ചടി എന്ത് വെച്ചാൽ, അവിടെ ടൂറിസം പ്ലേസ് ആകുമ്പോൾ അവിടെ വിശ്വാസികളല്ലാത്തവർക്കും അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവർക്കും ഒക്കെ അവിടെ വരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വീണ്ടും കളങ്കപ്പെടുന്നത് ഈ വിശ്വാസികളും ഈ അയ്യപ്പനും ഈ ശബരിമലയും ഈ സന്നിധാനവും ഒക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം നടത്തിയത് വളരെ വലിയ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ താല്പര്യം എന്ന് പറയുന്നത് ചില ബിസിനസ്സുകൾ മാത്രമാണ് എന്നുള്ളതാണ്.